പലർക്കും ഒരു വലിയ ടെൻഷൻ എന്താണെന്നറിയോ? സാലറി ഇല്ല, ബിസിനസ് സ്റ്റേബിൾ അല്ല, സ്റ്റോക്ക് മാർക്കറ്റ് സേഫ് അല്ല, മന്ത്ലി ഇൻകം ഉറപ്പില്ല. ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് ഒരു സ്ഥിരം വരുമാനം വേണം, ഫ്രീലാൻസേഴ്സിനാണെങ്കിൽ റെഗുലർ ക്യാഷ് ഫ്ലോ വേണം, ഹൗസ് വൈഫ്സിന് സേഫ് ആയിട്ട് ഒരു ഇൻകം ഓപ്ഷൻ വേണം, പേരൻസിന് ടെൻഷൻ ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷെ ചോദ്യം ഇതാണ്, റിസ്ക് ഇല്ലാതെ ഓരോ മാസവും ബാങ്ക് സാലറി തരുന്ന പോലെ പൈസ അക്കൗണ്ടിൽ ഇട്ട് തരുമോ? യെസ്. അതിന്റെ ഉത്തരം യെസ് എന്നാണ്. കാനറ ബാങ്കിന്റെ മന്ത്ലി ഇൻകം സ്കീം ഉപയോഗിച്ച് ഓരോ മാസവും 5,000 രൂപ മുതൽ 50,000 രൂപ വരെ മന്ത്ലി നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജെനുവിൻ ബാങ്കിങ് ഓപ്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സ്കീം എന്താണ്, ആർക്കെല്ലാം ഉപയോഗിക്കാം, എത്ര ഇൻട്രസ്റ്റ് കിട്ടും, സീനിയർ സിറ്റിസൺസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര മന്ത്ലി ഇൻകം കിട്ടും, കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026 TDS റൂൾസ്, അതായത് ടാക്സ് ഡിഡക്ഷൻ റൂൾസ് എന്തൊക്കെയാണ്, ഫോം 121 എന്താണ്, ടാക്സ് എങ്ങനെ ഒഴിവാക്കാം, മൊബൈൽ ആപ്പ് വഴി എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഐ എം അക്ഷര. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ കാനറ ബാങ്ക് മന്ത്ലി ഇൻകം സ്കീം എന്താണ്? പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇത് പുതിയ വല്ല സ്കീമോ ആണോ, ഇത് ഗവൺമെന്റ് സ്കീം വല്ലതും ആണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വല്ലതും ആണോ? ആക്ച്വലി അല്ല. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഒരു സ്പെഷ്യൽ ഓപ്ഷൻ ആണ്. സാധാരണ FDയിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പളിനോട് ചേർന്ന് മെച്ചോറിറ്റിയുടെ സമയത്താണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് 10 ലക്ഷം 5 വർഷം FD ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആഡ് ആയി മെച്ചോറിറ്റി സമയത്താണ് നമുക്ക് മുഴുവൻ എമൗണ്ടും കിട്ടുന്നത്. പക്ഷെ മന്ത്ലി ഇൻകം ഓപ്ഷനിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇൻട്രസ്റ്റ് ബാങ്ക് ഓരോ മാസവും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തരും. അതായത് നിങ്ങളുടെ FD പ്രിൻസിപ്പിൾ സേഫ് ആയി ബാങ്കിൽ തന്നെ കിടക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലേ, അത് ഓരോ മാസവും സാലറി പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. സോ ഇതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും ഉപയോഗപ്രദമാവുന്നത് എന്ന് നോക്കാം. ഈ സ്കീം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിലും ചിലർക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ പോരാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു അഡീഷണൽ മന്ത്ലി ഇൻകം വേണം, അല്ലെ? ഹൗസ് റെന്റ്, EMI, ഇലക്ട്രിസിറ്റി പോലുള്ള മന്ത്ലി എക്സ്പെൻസസ് ഒക്കെ മാനേജ് ചെയ്യാനും ഇതുപോലുള്ള ഫിക്സഡ് മന്ത്ലി പേ ഔട്ട്സ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ സീനിയർ സിറ്റിസൺസിന് എസ്പെഷ്യലി ഇങ്ങനെയുള്ള സേഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നല്ല ഓപ്ഷൻ ആണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ടെൻഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലെ ഡെയിലി ഫ്ലക്ച്വേഷൻ വരുന്നില്ല, ക്രിപ്റ്റോ പോലെ റിസ്ക് വരുന്നില്ല. പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള കാനറ ബാങ്കിലാണ് നമ്മൾ FD ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്രയും സേഫ് ആണ്, നമുക്ക് സേഫ്റ്റി ഉറപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മന്ത്ലി ഇൻകം സ്കീമിൽ വരുന്നത് 1000 രൂപയാണ്. വെറും 1000 രൂപ വെച്ച് നമുക്ക് മന്ത്ലി സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ലിമിറ്റ് ടെക്നിക്കലി ഒന്നും വരുന്നില്ല, നമുക്ക് എത്ര രൂപ വേണമെങ്കിലും മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് വരുന്നുണ്ടാവും. 1 വർഷത്തെ ടെന്യൂർ മുതൽ 10 വർഷം വരെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല FD വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാവുന്ന ഫെസിലിറ്റിയും കാനറ ബാങ്കിലുണ്ട്. ഏകദേശം 90% വരെ ലോൺ കിട്ടാനുള്ള ചാൻസ് ഇതിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ FD ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. സീനിയർ സിറ്റിസൺസിനാകുമ്പോൾ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അതായത് 80 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ചില സമയങ്ങളിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സും കൂടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഇത് ഓട്ടോ ക്രെഡിറ്റ് ആയിട്ട് മന്ത്ലി നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടും കൂടിയാണ്. ഇനി ഇൻട്രസ്റ്റ് മന്ത്ലി ആയി എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും, ബാങ്ക് ക്വാർട്ടർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തരുന്നത്, അപ്പോൾ മന്ത്ലി പേ ഔട്ട് എങ്ങനെയാണ് അവൈലബിൾ ആവുക എന്ന്. ആക്ച്വലി ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾ മന്ത്ലി പേ ഔട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് മന്ത്ലി ബേസിസിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ അപ്ലൈ ചെയ്യും. അതായത് ക്യുമുലേറ്റീവ് FDനെ അപേക്ഷിച്ച് മന്ത്ലി പേ ഔട്ട് സ്ലൈറ്റ്ലി കുറവായിരിക്കും. കാരണം ബാങ്ക് അഡ്വാൻസ് ആയിട്ടാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് റിലീസ് ചെയ്യുന്നത്. എങ്കിലും മന്ത്ലി ക്യാഷ് ഫ്ലോ വേണ്ടവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാനറ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് 2026 ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം.
2026 കാനറ ബാങ്ക് നൽകുന്ന അപ്രോക്സിമേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് റെഗുലർ കസ്റ്റമേഴ്സിനാണെങ്കിൽ ഏകദേശം 6.25% മുതൽ 6.75% വരെയാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. സീനിയർ സിറ്റിസൺസിന് അതിലൂടെ 0.5% കൂടെ അധികം ലഭിക്കുന്നുണ്ട്. അതായത് ഏകദേശം 6.75% മുതൽ 7.15% വരെ ലഭിക്കാം. ഈ സ്പെഷ്യൽ ടെന്യൂർ എഫ് ഡികൾ ഇപ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആണ്. എസ്പെഷ്യലി ഈ 444 ഡേയ്സ് 555 ഡേയ്സ് പോലെയുള്ള ടെന്യൂർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹയർ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. സോ ഇൻട്രസ്റ്റ് റേറ്റ്സ് സമയം മാറും. RBI പോളിസി, നമ്മുടെ പൈസയുടെ ഇൻഫ്ലേഷൻ, ബാങ്കിങ് ലിക്വിഡിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റുകളുടെ ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ലേറ്റസ്റ്റ് റേറ്റ്സ് എല്ലാം നിങ്ങൾ കൺഫേം ചെയ്തേ പറ്റൂ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ജീവിതത്തിൽ ആക്സിഡൻസ്, ഹോസ്പിറ്റൽ കേസസ്, എമർജൻസീസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം തീരും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെറും 700 രൂപ മുതൽ 900 രൂപ വരെ മന്ത്ലി പ്രീമിയം കൊടുത്ത ഫാമിലിക്ക് 10 മുതൽ 20 ലക്ഷം വരെ ഹെൽത്ത് കവറേജ് ലഭിക്കും. അതുപോലെ 900 രൂപ മുതൽ 1000 രൂപ വരെ മന്ത്ലി എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കോടി മുതൽ 3 കോടി വരെ ടേം ഇൻഷുറൻസ് കവറേജ് ലഭിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഓൺലൈനിൽ സെർച്ച് ചെയ്ത നിരവധി കമ്പനീസും പ്ലാൻസും കാണും. ഏതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡിറ്റോ ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് സിറോദ ബാക്ക്ഡ് കമ്പനിയാണ്. കൺസൾട്ടേഷൻ, ക്ലെയിം സപ്പോർട്ട് എല്ലാം ഫ്രീ ആണ്. കൂടാതെ സ്പാം കോൾസും ഇല്ല. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫ്രീ കൺസൾട്ടേഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോവാം. ഇനിയുള്ളൊരു സംശയമായിരിക്കും, ഇത്ര പൈസ ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ് മന്ത്ലി കിട്ടുന്നത്, അങ്ങനെയൊക്കെയല്ല. ഇപ്പോൾ ഒരു 10 ലക്ഷം ഇട്ടാൽ എത്ര മന്ത്ലി കിട്ടും? നമുക്കത് പ്രാക്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ്. റേറ്റ്സ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ എമൗണ്ടും മാറും. എനിവേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ജനറൽ കസ്റ്റമറിന് ഏകദേശം 5000 രൂപ മുതൽ 5400 രൂപ വരെ മന്ത്ലി ഇൻകം ലഭിക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഏകദേശം 5700 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് സാലറി പോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ മന്ത്ലി ക്രെഡിറ്റ് ആവും. ഇതൊക്കെ ഹൗസ് എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യാൻ പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. 20 ലക്ഷം, 30 ലക്ഷം, 1 കോടി കാൽക്കുലേഷൻ ആണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമ്മൾ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഏകദേശം 10000 രൂപ മുതൽ 11000 രൂപ വരെ മന്ത്ലി നിങ്ങൾക്ക് പേ ഔട്ട് ലഭിക്കും. സീനിയർ സിറ്റിസൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 11500 രൂപ വരെ ലഭിക്കാം. 30 ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജനറൽ ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം 16000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. സീനിയർ സിറ്റിസൺസിന് ഏകദേശം 17000 രൂപ മുതൽ 17250 രൂപ വരെ മന്ത്ലി പേ ഔട്ട് ലഭിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം നോക്കാം. 1 കോടി FD ആയിട്ട് മന്ത്ലി പേ ഔട്ട് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50000 രൂപ മുതൽ 57000 രൂപ വരെ മന്ത്ലി ഇൻകം ലഭിക്കും, ഡിപ്പെൻഡിങ് ഓൺ കാറ്റഗറി ആൻഡ് ടെന്യൂർ. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാം. ഈ കാൽക്കുലേഷൻസ് അപ്രോക്സിമേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മന്ത്ലി ഇൻകത്തിന്റെ എമൗണ്ടും മാറും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ബാങ്ക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ബ്രാഞ്ച് വഴി നിങ്ങൾ എക്സാക്ട് എമൗണ്ട് കൺഫേം ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗം നോക്കാം. ടാക്സ് ഡിഡക്ഷൻ റൂൾസിനെ പറ്റിയിട്ട് 2026 റൂൾസിനെ പറ്റി നമുക്ക് നോക്കാം. പലർക്കും ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ സർപ്രൈസ് ആയിട്ട് TDS കട്ട് ആവാറുണ്ട്. 2026 ചില അപ്ഡേറ്റഡ് റൂൾസ് വന്നിട്ടുണ്ട്. ജനറൽ സിറ്റിസൺസിന് ആനുവൽ FD ഇൻട്രസ്റ്റ് 50000 രൂപയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ TDS അപ്ലൈ ചെയ്യും. സീനിയർ സിറ്റിസൺസിനാണെങ്കിൽ ലിമിറ്റ് 1 ലക്ഷം വരെ ഇൻക്രീസ് ചെയ്ത സാഹചര്യങ്ങളിൽ ചില ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒഫീഷ്യലി ബാങ്കിന്റെ കൺഫർമേഷൻ തന്നെ പരിശോധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് പുതിയ യൂണിഫൈഡ് ഡിക്ലറേഷൻ ഫോം സംബന്ധിച്ചുള്ള ഡിസ്കഷനോട് നടക്കുന്നുണ്ട്. ചില ബാങ്കുകൾ ഫോം 121 മെൻഷൻ ചെയ്യുന്നുണ്ട്. എങ്കിലും പ്രാക്ടിക്കലായി ഫോം 15Gയും ഫോം 15Hഉം ഇപ്പോഴും പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിന്റെ ബ്രാഞ്ചിൽ ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ഫോം നിങ്ങൾ കൺഫേം ചെയ്യണം. ഫോം 15G, 15H, ഫോം 121 ഇതൊക്കെ എന്താണ്? ഭയങ്കര കൺഫ്യൂഷനാണ്. സോ ഈ കൺഫ്യൂഷൻ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. 60 വയസ്സിന് താഴെയുള്ള എലിജിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് സാധാരണ 15G ആണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസൺസിനാണ് ഫോം 15H സബ്മിറ്റ് ചെയ്യേണ്ടത്. പുതിയ യൂണിഫൈഡ് സിസ്റ്റം സംബന്ധിച്ച് അപ്ഡേറ്റ്സ് ചില ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ബ്രാഞ്ചസിലും സെയിം പ്രോസസ് ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് സേഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ ഒഫീഷ്യൽ ബാങ്ക് വെബ്സൈറ്റ് വഴി നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ഡിക്ലറേഷൻ ഫോം ഏതാണ് എന്ന് കൺഫേം ചെയ്യുക. ഇനി നമുക്ക് ടാക്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമോ? എല്ലാവർക്കും ടാക്സ് കൊണ്ടുപോകുന്നതിലൊരു സങ്കടമാണ്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇല്ല. നിയമപരമായി ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് എന്തായാലും ബാധകമാണ്. പക്ഷേ TDS അവോയ്ഡ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഡിക്ലറേഷൻ ഫോംസ് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, TDS കട്ടാവാത്തത് TDS ഇല്ല എന്നുള്ള കാരണം കൊണ്ടല്ല, ഇൻകം സ്ലാബ് അനുസരിച്ച് ഫൈനലി ടാക്സ് ലയബിലിറ്റി വരാം. അതുകൊണ്ട് വലിയ FD ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ CAയോട് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി സേഫ്റ്റി എത്രത്തോളം ഉണ്ട്? പലർക്കും ഒരു ബിഗ്ഗസ്റ്റ് കൺസേൺ സേഫ്റ്റി തന്നെയാണ്.
കാനറ ബാങ്ക് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഗവൺമെന്റ് ബാക്കിംഗ് ഉള്ള ഒരു വലിയ ബാങ്കുകളിൽ ഒന്നാണ് കാനറ. അതുകൊണ്ട് പ്രൈവറ്റ് റിസ്കി പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ കാനറ ബാങ്ക് പോലെയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും 100% റിസ്ക് ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബാങ്കിങ് ഓപ്ഷൻസിൽ കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് FD. ഇനി ഓൺലൈൻ ആയിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള പ്രോസസ്സ് നോക്കാം. ബ്രാഞ്ച് പോവാതെ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. കാനറ AI 1 ആപ്പ് ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക, ഡെപ്പോസിറ്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ എമൗണ്ട് എത്രയാണ് വേണ്ടത് എന്ന് എൻറ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ടെന്യൂർ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ഫ്രീക്വൻസിയിൽ മന്ത്ലി പേ ഔട്ട് തിരഞ്ഞെടുക്കാം. ലിങ്ക്ഡ് സേവിങ്സ് അക്കൗണ്ട് കൺഫേം ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. ഇതോടെ മന്ത്ലി ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിരിക്കും. ഇനി ഇപ്പോൾ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ FD ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ്. സോ നമുക്ക് അതിനെ പറ്റി നോക്കാം. അതിന് പറയുന്ന പേരാണ് പ്രീ മെച്യൂർ വിഡ്രോവൽ. പ്രീ മെച്യൂർ വിഡ്രോവൽ ജനറലി കാനറ ബാങ്കിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് പെനാൾട്ടി ഉണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റും കുറച്ച് കുറയും. അതുകൊണ്ട് മന്ത്ലി ഇൻകം ആവശ്യത്തിന് മാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് ആയി വെക്കുന്നത് നല്ലൊരു ഫൈനാൻഷ്യൽ പ്രാക്ടീസ് തന്നെയാണ്. ഇനി മന്ത്ലി ഇൻകം സ്കീമാണോ SIP ആണോ മ്യൂച്വൽ ഫണ്ട് ആണോ നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഒരു ജസ്റ്റ് ചെറിയൊരു കമ്പാരിസൺ. FD മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, റിസ്ക് കുറവാണ്, പക്ഷെ റിട്ടേൺസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. മ്യൂച്വൽ ഫണ്ട് SIP ഒക്കെ ലോങ് ടേമിൽ ഹയർ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. പക്ഷെ മാർക്കറ്റിൽ നല്ല റിസ്ക് ഉണ്ട്. അതുകൊണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ സാധാരണ FD തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. മൂന്നും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ആളുകൾ FDയിൽ ചെയ്യുന്ന പല കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചെക്ക് ചെയ്യാതെ FD ഇടുന്നത്, ടാക്സ് റൂൾസ് മനസ്സിലാകാതെ ചെയ്യുന്നത്, നോമിനീനെ ആഡ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പൈസയും കൂടെ ഒറ്റ FDയിൽ ലോക്ക് ചെയ്യുന്നത്, എമർജൻസി ഫണ്ട് വേറെ ഇല്ലാതെ വെക്കുന്നത്, മന്ത്ലി ഇൻകം മുഴുവൻ എക്സ്പെൻസസിന് യൂസ് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ്ലി നോക്കി കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഓവറോൾ ആയി നോക്കുമ്പോൾ കാനറ ബാങ്ക് മന്ത്ലി ഇൻകം സ്കീം എന്നത് സേഫ് ആയിട്ടുള്ള ഒരു മന്ത്ലി ക്യാഷ് ഫ്ലോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ബാങ്കിങ് ഓപ്ഷൻ തന്നെയാണ്. എസ്പെഷ്യലി റിട്ടയറീസ്, സീനിയർ സിറ്റിസൻസ്, കൺസർവേറ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരിക്കലും ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ് റൂള്, TDS റെഗുലേഷൻസ്, ഫോംസ്, ബാങ്ക് അപ്ഡേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം ഒരു ഡെസിഷൻ എടുക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി, ലിക്വിഡിറ്റി, ഇൻഫ്ലേഷൻ, ടാക്സേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൺസിഡർ ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആൻഡ് I will see you all in the next video. Thanks for watching. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.